ഹലോ ഗായ്സ്, സിറ്റി റൈഡറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തേക്കുന്ന സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11:05 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ഇന്നലെ കുറച്ച് വൈകിയാണ് കിടന്നത്, അതുകൊണ്ടിട്ട് രാവിലെ എണീക്കാൻ നല്ലോണം വൈകി. 11:05 ഇപ്പം നമ്മൾ നേരെ പൊയ്ക്കൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ ജനത പമ്പിലോട്ടുണ്ടോ. ജനത പമ്പിലോട്ട് പോയിട്ട് നമ്മൾ അവിടെ നിന്ന് CNG ഫില്ല് ചെയ്യണം. CNG ഇപ്പോൾ കറക്റ്റ് ഒറ്റ കട്ടയിൽ നിൽക്കുന്നതാണ്. ബ്ലിങ്ക് ചെയ്ത് ഇപ്പൊ തുടങ്ങി. അപ്പൊ എന്തായാലും നമുക്കൊരു CNG അടിക്കണം. CNG അടിച്ചു കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്. ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് നോർമൽ ദിവസങ്ങളിൽ രാവിലെ ശനിയാഴ്ച ഇനി അങ്ങനെ റൈഡുകളൊന്നും എനിക്ക് വലുതായിട്ട് കിട്ടാറില്ല. ആ ഒരു ഇതിലാണ് ഞാൻ കുറച്ച് വൈകി ഇറങ്ങിയത്. എന്നാലും ഇന്ന് റൈഡുകൾ ഉണ്ടാവേണ്ടതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഫസ്റ്റ് വീക്കെൻഡാണ് നമ്മളുടെ ജനുവരി സ്റ്റാർട്ട് ചെയ്തിട്ട്, പുതിയ വർഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് വീക്കെൻഡ് ആണ്. അപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള റൈഡുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മുടെ റൈഡൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ എന്തായാലും CNG അടിക്കുന്നു. CNG അടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്ന് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്നലെ മൊത്തം ഓടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, എന്താ പറയുക, യൂബറാണ് കംപ്ലീറ്റ് ആയിട്ട് ഓടിയത്. കാരണം യൂബറിൽ റൈഡ് എടുത്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ റൈഡുകൾ തന്നുകൊണ്ടിരുന്നു. റാപ്പിഡോ ഇടയ്ക്ക് കുറച്ച് സമയങ്ങളിൽ ഓണാക്കി. ആ സമയങ്ങളിലൊന്നും റാപ്പിഡോയിൽ അടിച്ചില്ല. പിന്നെ യൂബറിൽ റണ്ണിങ് ആയിരുന്ന സമയത്താണ് റാപ്പിഡോയിൽ അടിച്ചത്. അത് എന്തായാലും എടുക്കാനും പറ്റിയില്ല. പക്ഷെ നല്ല റൈഡുകളായിരുന്നു, എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ എന്തായാലും ഇന്ന് റാപ്പിഡോ തന്നെ ഫസ്റ്റ് ഓൺ ചെയ്യും. നോർമലി രാവിലെ അത്യാവശ്യം ഓട്ടം ഉണ്ട് നമുക്ക് റാപ്പിഡോന്. അപ്പോൾ എന്തായാലും രാവിലെയും വൈകുന്നേരവും ഓട്ടം കാണുന്നുണ്ട് റാപ്പിഡോന്. അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു പ്രതീക്ഷയിൽ മുന്നോട്ടേക്ക് പോകാം. നമ്മൾ എടുക്കേണ്ടത് മറ്റേടാണായിരുന്നു കേട്ടോ. ഇത് കുറച്ചും കൂടെ ഫ്രണ്ടിലേക്ക് പോകുന്നു. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് സിഗ്നലിൽ അവിടെ നിന്ന് പിടിച്ചു പോകണം. എന്തായാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ എന്തായാലും ലെറ്റ്സ് സ്റ്റാർട്ട്. യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ പരിപാടി ഇന്ന് ഏകദേശം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. നമ്മൾ CNG ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. CNG ഫില്ല് ചെയ്തിട്ട് സീറോ ആക്കി, എയിലും സീറോ ആക്കി. ഓക്കെ, അപ്പോൾ എന്തായാലും സമയം ഏകദേശം 11:23 നമ്മൾ പ്രതീക്ഷിച്ച പോലെ 11:30 ആകുമ്പോഴായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ഹെയർ അടിക്കാനായിട്ട് നിന്നാണ്. അപ്പോൾ വണ്ടി ഫ്രണ്ടിൽ കുറച്ചുണ്ട്, ഒരു വണ്ടി കൂടി ഉണ്ട് ഇനി. അപ്പോൾ എന്തായാലും എയർ ഇപ്പം ചെക്ക് ചെയ്യണില്ല, പിന്നെ ചെക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ വണ്ടി എടുത്തിട്ട് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് റാപ്പിഡോ, പിന്നെ യൂബർ, യാത്രി എല്ലാം ഓൺ ചെയ്തിട്ട് ഇന്നൊരു എത്ര കിട്ടോ അത്രയും നമുക്ക് അടിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ റാപ്പിഡോയിൽ അടിക്കുന്നില്ല. അപ്പോൾ പതുക്കെ യൂബർ ഓൺ ചെയ്യാനുള്ള സമയമായി. യൂബറിൽ അത്യാവശ്യം ട്രെൻഡിങ് ഉണ്ടെന്ന് എനിക്ക് തോന്നണത്. അപ്പോൾ എന്തായാലും യൂബർ കൊടുത്തു നോക്കാം. യൂബറിൽ ഇപ്പം തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇവിടെ നിന്നൊക്കെ അത്യാവശ്യം കിട്ടുന്നതാണ്. ഓൺ ചെയ്യേണ്ട താമസമേ ഉണ്ടാകുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഉള്ള അവസ്ഥ ഇതേപോലെ ഉണ്ടോ. സർജ് അങ്ങോട്ടൊക്കെ ഉണ്ട്, ഇങ്ങോട്ടൊന്നുമില്ല. ഞാൻ നിൽക്കുന്ന സ്ഥലത്തില്ല. വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. അപ്പോൾ തന്നെ റാപ്പിഡോ ഒരു റൈഡ് വന്നിട്ടുണ്ട്. 245 റുപ്പീസിൻ്റെ. 9 മിനിറ്റ് ആണല്ലോ ഇത്. അവിടുത്തെ ഫ്ലാറ്റ് എന്നാണ്. ഓക്കെ, എന്തായാലും 2.4 കിലോമീറ്റേഴ്സ് ഉണ്ട്. 10 കിലോമീറ്ററിലാണ് ഡ്രോപ്പ്. ടോട്ടല് 12.4 കിലോമീറ്റർ. അതിൽ 245 രൂപ. നോട്ട് ബാഡ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും പോയി പിക്ക് ചെയ്യാം ഗൈസ്. നമ്മളപ്പോൾ പിക്ക് ചെയ്യാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇനി ഒരു 850 മീറ്ററും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ CNG അടിച്ച് എത്ര എന്നുള്ളത് പറയാൻ വിട്ടുപോയി. CNG അടിച്ചത് 769 രൂപയ്ക്കാണ്. 8.5 kg ആണ് നമ്മൾ CNG അടിച്ചത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഏകദേശം ഒരു 180 കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് മൈലേജ് കിട്ടുള്ളൂ കേട്ടോ. അത് ഭയങ്കര കുറവാണ്. കാരണം ഇന്നലെ നല്ല ട്രാഫിക്ക് കിടന്നുകൊണ്ടിട്ടായിരിക്കും മേ ബി. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്ന് മാക്സിമം ട്രാഫിക് ഇല്ലാത്ത വഴികളിലൂടെ പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നടത്താൻ പോകുന്നത്. എന്തായാലും കാക്കനാടാണ് പോണത്. ഇനി എങ്ങനെ ആയിരിക്കും ഒന്നൊരു പിടിയില്ല, എന്തായാലും കണ്ടറിയാം ഗൈസ്. അപ്പോൾ നമ്മളുടെ ആ റൈഡ് കഴിഞ്ഞിട്ട് 245 റുപ്പീസാണ് നമുക്ക് കിട്ടിയത്. ശരിക്കും പറഞ്ഞാൽ അത് 7.9 കിലോമീറ്റർ ഉണ്ടായിരുന്നുള്ളൂ. 10 കിലോമീറ്റർ ഉണ്ടായിരുന്നില്ല. നമ്മുടെ എന്താ പറയുക, എരൂർ റൂട്ട് കയറി വന്ന സമയത്ത് കാണിച്ചിരുന്നത് വേറെ കറങ്ങി പോണ റൂട്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ എടുത്തില്ല. നമ്മൾ എരൂർ റൂട്ട് തന്നെ എടുത്ത് ഷോർട്ട് കട്ട് പിടിച്ചും കൂടെ പോകുന്ന കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് റീചാർജ് ചെയ്യേണ്ട സമയമുണ്ട്. റീചാർജ് തീർന്നുണ്ട്. ഓക്കെ, അപ്പോൾ നോർമലി ഞാൻ ചെയ്യുന്നത് 69 തന്നെയാണ് ഇപ്പോഴും ചെയ്യുന്നത്. അപ്പോൾ ഒരു 81.42 രൂപയാണ് നമുക്ക് ടോട്ടൽ വരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും സംതിങ് വെൻ റോങ്ങോ. ഡോണ്ട് വറി, യുവർ മണി ഈസ് സേഫ്
try again, recharge, pay. ഓക്കെ, അപ്പോൾ എന്തായാലും പേയ്മെൻറ്റ് ചെയ്യട്ടെ. പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും വീണ്ടും റൈഡുകൾ പിടിക്കാം. നമുക്ക് യൂബറിൽ കുറച്ച് സർച്ചൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടല്ലേ, കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പതുക്കെ യൂബറും കൂടി അങ്ങോട്ട് ഓൺ ചെയ്യാം. നമുക്ക് യൂബറിന് 2-3 റൈഡും കൂടി എടുക്കണം, എന്നാലേ കാര്യങ്ങൾ നടപടി ആവുള്ളൂ. കാരണം റാപ്പിഡോയിൽ അങ്ങനെ പെട്ടെന്ന് അടിക്കുന്നില്ല. പക്ഷെ അടിക്കുന്ന അത്യാവശ്യം നല്ല നോക്കി എടുത്ത് വെച്ചാൽ മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്നാലും യൂബർ ഓൺ ചെയ്തിട്ടുണ്ട്, യാത്രി ഓൺ ചെയ്തിട്ടുണ്ട്, റാപ്പിഡോയും ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നോക്കാം നമുക്ക്. ഇവിടെ ഇപ്പോൾ ട്രിനിറ്റി വേൾഡിന് ഇവിടെ നിൽക്കണം, ഇവിടെ നിന്നൊക്കെ അടികൾ കിട്ടാറുള്ളതാണ്. യെസ്, കൺഫേം ട്രിപ്പാണുള്ള വൈറ്റ് ലേയിലേക്കാണ്. ഓക്കെ, എടുക്കാം എന്തായാലും, ഫസ്റ്റ് റൈഡ് അല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും അത് പോയി പിക്ക് ചെയ്യട്ടെ. വളമറ്റം ഡെന്റൽ. ഓക്കെ, യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഒരു ഡ്രോപ്പ് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇരുമ്പരത്തേക്ക് ഒരു ചെറിയ റൈഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞ് റൈഡാണ്, കുഞ്ഞ് റൈഡ് ഇരുമ്പരത്തോട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും അതും കൂടി പോയി പിക്ക് ചെയ്യാം. ഇവിടെ പോപ്പുലർ ഹുണ്ടായിലോട്ടായിരുന്നു കേട്ടോ നമ്മളുടെ ഡ്രോപ്പ് അടിച്ചത്. ഇവിടെ ബൈപ്പാസിൽ തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് നേരെ പോയിട്ട് ആ ഒരു ട്രിപ്പും കൂടി കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ആ ഒരു ചെറിയ റൈഡും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വൈറ്റിലേയിൽ നിന്ന് നമ്മളുടെ കാക്കനാടേക്ക് കയറുന്ന ആ ഒരു റോഡിലെ ആ റോഡിലായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി പതുക്കെ ഇവിടെ നിന്ന് ഇപ്പം ഞാൻ യൂബർ ഓഫ് ചെയ്ത് വെച്ചങ്ങനെ ഇരുന്നുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂബർ ഇവിടെ എത്തുമ്പോഴേക്കും ഇതേപോലെയുള്ള ചെറിയ റൈഡുകൾ വരുന്നുണ്ട്. അപ്പോൾ ഞാനത് പതുക്കെ ഓഫ് ചെയ്തു. അപ്പോൾ 265 നമുക്ക് യൂബറിലും റാപ്പിഡോയിൽ 245 ആണ് ടോട്ടൽ നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ 200, 400, 460, 500 രൂപ, കറക്റ്റ് 505 രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയിരുന്നത്. ഇപ്പോൾ നമ്മൾ ഇറങ്ങിയത് 11:30 ആയി. ഇപ്പോൾ 12:45 കഴിഞ്ഞു. അപ്പോൾ ഏകദേശം ഒരു 1.25 മണിക്കൂറായി. 1.25 മണിക്കൂറാണ് ടോട്ടൽ അയക്കുന്നത്. ഇപ്പോൾ 500 റുപ്പീസാണ് നമുക്ക് ഏർണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. അതിൽ CNG നോക്കുകയാണെന്നുണ്ടെങ്കിൽ CNG നമുക്ക് ഒരു കട്ട കുറഞ്ഞിട്ടുണ്ട്. 25 കിലോമീറ്റർ ടോട്ടൽ ഓടിയുണ്ട് കേട്ടോ. 25 കിലോമീറ്ററിൽ 500 രൂപയാണ് നമുക്ക് ടോട്ടൽ കിട്ടിയിരുന്നത്. അത് നമ്മുടെ പമ്പിൽ നിന്ന് CNG അടിച്ച് ഇറങ്ങിയ സമയം മുതലുള്ള ട്രിപ്പാണ് ഇട്ടേക്കണത്. അപ്പോൾ എന്തായാലും ഇനി നോക്കാം, ഇവിടെ നിന്ന് റാപ്പിഡ് ഓൺ ചെയ്ത് നോക്കാം. റാപ്പിഡ് ഓൺ ചെയ്ത് നോക്കിയിട്ട് ഈ ഭാഗത്ത് നിന്ന് റാപ്പിഡ് ഇനി അടിക്കാൻ ചാൻസ് ഇല്ലെന്ന് എനിക്ക് തോന്നണത്. നോക്കാം, എന്തായാലും നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം. ഇപ്പം എന്തായാലും ഞാൻ വൈറ്റിലെ സൈഡിലോട്ട് മൂവ് ചെയ്യണം കേട്ടോ. കാക്കനാട് സൈഡിലേക്ക് പോകുന്നില്ല, വൈറ്റിലെ സൈഡിലേക്ക് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു റൈഡും കൂടി കഴിഞ്ഞിട്ടുണ്ട്. ഒരു റൈഡ് വേറെ കിട്ടിയായിരുന്നു, ചെറിയൊരു റൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു 120 രൂപയുടെ. വെൽകെയർ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളുടെ പഞ്ചപടി കോളനി വരെ 93 റുപ്പീസാണ് നമുക്ക് പെർ കിലോമീറ്റർ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ 365 നമ്മളുടെ റാപ്പിഡോയിലും 285 ആയിരുന്നു. 265 നമ്മളുടെ യൂബറിലാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു 600 സംതിങ് ആയിട്ടുള്ളൂ. എന്തായാലും നമുക്ക് നോക്കാം റൈഡുകൾ. ഞാനിപ്പോൾ യൂബർ ഓഫ് ചെയ്ത് വെച്ചേക്കണം, ഒന്ന് യൂറിനേറ്റ് ചെയ്യണമായിരുന്നു. അപ്പോൾ എന്തായാലും അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ, വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. 1:38 വീട്ടിൽ കയറിയാണ്. ഇപ്പോൾ കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 2:21 ആയി. 1 മണിക്കൂറും 2 മിനിറ്റ് കേട്ടോ. 2 മിനിറ്റ് അല്ല, 3 മിനിറ്റ് ആയി. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾ റാപ്പിഡ് ഓൺ ചെയ്യുന്നു, യൂബർ ഓൺ ചെയ്യുന്നു. ഇനി എന്തായാലും നോൺ സ്റ്റോപ്പ് ആയിട്ട് പെട്ടക്കണം, അല്ലാണ്ട് നടപടി ആകൂല. അപ്പോൾ എന്തായാലും യൂബർ ഓൺ ചെയ്യുന്നുണ്ട്. കിട്ടുന്ന റൈഡെല്ലാം എടുക്കാനായിട്ടുള്ള ഉദ്ദേശം ഉണ്ടോ? വേറെ ഇനി നമ്മൾ പരിപാടികളൊന്നും നോക്കിയിട്ട് കാര്യമില്ല. റൈഡുകൾ കുറവായിട്ടാണ് കാണിക്കുന്നത്, എന്നാലും പതുക്കെ കയറി വന്നോളൂ. എന്തായാലും ഇവിടെ കാണിക്കുന്നുണ്ട്. എന്തായാലും സർജ് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഇപ്പോൾ ടോട്ടൽ 650 റുപ്പീസേ ആയിട്ടുള്ളൂ. 265 നമ്മളുടെ യൂബറിലും, എത്രയാ 365 റാപ്പിഡോയിലും. യാത്ര ഓൺ ചെയ്തിട്ടുള്ള വരാപ്പുഴ 41 മിനിറ്റ്സിൽ വരാപ്പുഴ എടുത്തേക്ക്. എന്തായാലും 254ന്റെ റൈഡാണ്. എന്തായാലും പിക്ക് ചെയ്യുന്നു. 5 മിനിറ്റ്സിലാണ് പിക്കപ്പ്. എന്തായാലും പിക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ് ഗായ്സ്, അപ്പോൾ നമ്മളുടെ ഒരു റൈഡ് കൂടി കഴിഞ്ഞു. ഏലൂരിലായിരുന്നു കേട്ടോ. ഏലൂര് ഫെറിയുടെയൊക്കെ ആ ഭാഗത്തായിട്ടായിരുന്നു നമുക്ക് ഇതുണ്ടായിരുന്നു, ഡ്രോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഡ്രോപ്പ് അടിച്ചു കഴിയുമ്പോഴേക്കും 507.99 507
യൂബറിലും 365 റാപ്പിഡോയിലും. സമയം 3:04. 3 ഘട്ട CNG കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അര ടാങ്കിനേക്കാളും 2 പോയിന്റ് കൂടുതൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് നേരെ വന്ന വഴി തന്നെ റിട്ടേൺ പിടിച്ചിട്ട് നമുക്ക് നേരെ ഏലൂർ സൈഡിലേക്ക് പോകാം. ഏലൂർ സൈഡിലേക്ക് പോകാം. അവിടെ നിന്ന് റൈഡുകൾ അടിക്കേണ്ടതാണ്. എന്തായാലും നോക്കാം. യെസ് ഗൈസ്, അപ്പൊ നമുക്കൊരു ചെറിയ റൈഡ് കൂടി അടിച്ചിട്ടുണ്ട്. 178 ഫെയറിൽ. എങ്ങോട്ടേക്കാണെന്നുള്ളത് ഞാൻ നോക്കിയില്ല. ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പൊ എന്തായാലും ആ റൈഡ് പോയി എന്തായാലും പിക്ക് ചെയ്യാം. ചെറിയ റൈഡാട്ടോ, കുഞ്ഞു റൈഡ്. യെസ് ഗൈസ്, അപ്പൊ നമ്മൾ ആ റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. 169 റുപ്പീസ് ആണ് നമുക്ക് അതിൽ കിട്ടിയത്. 677 ആയി ഇപ്പോ യൂബറിൽ. നമ്മളുടെ മറ്റേ റാപ്പിഡോയില് 365. അപ്പോ ഏകദേശം 1100-ന് അയക്കുന്നത് കേട്ടോ. 1100-ന് ടോട്ടൽ ഇപ്പൊ അയക്കുന്നത്. ഇപ്പൊ എന്തായാലും ഞാൻ ഇവിടെ നിന്ന് ഓൺ ദ വേ തന്നെ നമ്മൾ യൂബർ ഓഫ് ചെയ്തിട്ട് പതുക്കെ റാപ്പിഡോ ഓൺ ചെയ്തായിരുന്നു കേട്ടോ. നമുക്ക് ഇവിടെ നിന്ന് റാപ്പിഡോയൊക്കെ അത്യാവശ്യം അടിക്കാറുള്ളതാണ്. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന എന്തായാലും റാപ്പിഡോ പിടിക്കാന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ എന്തായാലും ഹബിന്റെ പുറത്തോട്ട് പതുക്കെ എടുക്കുന്നുണ്ട്. ഇൻ കേസ് അവിടെ നിന്ന് അടിച്ചില്ല എന്നുണ്ടെങ്കിൽ പതുക്കെ യൂബർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പട്ടേന്ന് പറഞ്ഞിട്ട് റൈഡ് കിട്ടും. അപ്പൊ എന്തായാലും വന്ന വഴിക്ക് എടപ്പള്ളി സിഗ്നൽ കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിലോട്ട് എത്തി കഴിഞ്ഞപ്പോഴേക്കും കസ്റ്റമർ പറയണത് ഇത് എങ്ങോട്ടാ പോണേന്ന്. ഞാൻ പറയണത് സാറേ വൈറ്റ് ലൈനിലോട്ടല്ലേ, ഇത് വൈറ്റ് ലൈനിലോട്ടാണ് പോണേന്ന്. പുള്ളിക്കാരൻ എന്തെങ്കിലും സഹായം അടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പുള്ളിയുടെ ഉറങ്ങണായിരുന്നോ ഇനി ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നാണെന്ന് ഒരു പിടിയില്ല. അപ്പൊ എന്തായാലും കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ എന്തായാലും നോക്കാം. ഓക്കെ, അപ്പൊ നമ്മളുടെ ആ ഒരു റൈഡും കഴിഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു ചെറിയ റൈഡ് അടിച്ചിട്ടുണ്ട്. 1.7 കിലോമീറ്ററിൽ പിക്കപ്പും 1.5 കിലോമീറ്ററിൽ ഡ്രോപ്പും. 102 രൂപ. അതെന്തായാലും പിക്കപ്പ് എടുക്കാം. ഓക്കെ, യെസ് ഗൈസ്, അത് കഴിഞ്ഞിട്ട് നമുക്കൊരു റൈഡ് കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. റൈഡ് ഇവിടെ വൈറ്റില വരെ ഒരു റൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ റൈഡ് അടിച്ചു, ഒരു 120 റുപ്പീസിന്റെ 130 റുപ്പീസിന്റെ. അത് കഴിഞ്ഞിട്ട് കാക്കനാട് ചെമ്പൂക്ക് അവിടെ നിന്ന് വേറൊരെണ്ണം വീണ്ടും അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വൈറ്റിലയിൽ കൊണ്ടുപോയി ഡ്രോപ്പ് അടിച്ചിട്ടുണ്ട്. എല്ലാവർക്കും സെർവർ ഇഷ്യൂ ആണ് കാണിക്കണത്. എല്ലാവരുടെ മൊബൈലിലും ഇതേപോലെ മുന്നേറിയുള്ള കസ്റ്റമറിൻ്റെയും ഇതേപോലെ പേയ്മെന്റ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇതിലും പറ്റിയില്ല കേട്ടോ, എന്തോ ഒരു ഇഷ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും 1096 ഇപ്പോൾ അയക്കുന്നത് യൂബറിൽ. മറ്റേതിൽ വേറെ റൈഡുകളൊന്നും എടുത്തുള്ള 365. ഞാനിപ്പോൾ റാപ്പിഡോ മാത്രം ഓൺ ചെയ്ത് വെച്ചുള്ളൂ കേട്ടോ. റാപ്പിഡോയിൽ അത്യാവശ്യം വൈറ്റിലേക്കൊക്കെ അടിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാപ്പിഡോ അടിച്ച് ഇവിടെ നിന്ന് പോകാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാക്കനാട്, ഓക്കെ, കൊല്ലം കുടിമുകളാണ്. ഓക്കെ, അപ്പോൾ ആ റൈഡ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് 8 മിനിറ്റ് കാണിക്കുന്നുണ്ടല്ലോ. പിക്കപ്പ് എവിടെയാണ് വരുന്നത്? ഗീതാഞ്ജലി ജംഗ്ഷൻ. എന്തായാലും കസ്റ്റമറിന് വിളിച്ച് പറയാം 8 മിനിറ്റ് കാണിക്കുന്നുണ്ട്, വെയിറ്റ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്, എന്നിട്ട് പോവാം. ഓക്കെ, യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ മായാമോഹിനിയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള മറ്റേ വില്ലയാണത്. അതിൻ്റെ അകത്തൊരു ഡ്രോപ്പ് ഉണ്ടായിരുന്നതാണ്. അപ്പോൾ എന്തായാലും ഡോക്ടറാണെന്ന് തോന്നണം അവർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഒരു ചെറിയ റൈഡ് അടിച്ചിട്ടുണ്ട്. ഇൻഫോ പാർക്കിന്റെ ഫേസ് 1 നിന്ന് കാക്കനാട് അവിടെ എവിടെയോ സ്ഥലം വരെ. അപ്പോൾ എന്തായാലും ആ ഒരു റൈഡ് എടുക്കാം. 120 റുപ്പീസ് ഉള്ളൂ, ചെറിയ റൈഡാണ്. എന്തായാലും ആ ചെറിയ റൈഡും കൂടി എടുക്കാം. ഇപ്പം ഏകദേശം 1600 രൂപ ഉണ്ടായിരിക്കണത്. സമയം 5:48. 6 മണിക്കുള്ളിൽ ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു 2000 കിടക്കേണ്ടതായിരുന്നു, പക്ഷെ കിടക്കാൻ പറ്റിയില്ല. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ, യെസ് ഗൈസ്, അപ്പൊ നമ്മളുടെ ഒരു ചെറിയ റൈഡ് കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. 120 റുപ്പീസിന് ഒരു 4 കിലോമീറ്റർ ഇല്ല, 3.5 കിലോമീറ്ററിന്റെ ഒരു റൈഡ് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ റൈഡ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ സമയം 6:11. അര ടാങ്ക് CNG ഉള്ളത് 105 കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കേട്ടോ. 105 കിലോമീറ്റർ, 4.3 കിലോമീറ്റേഴ്സാണ് ഉണ്ടായിരുന്നത് കേട്ടോ. 13 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ തീർത്തത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ റാപ്പിഡോ തന്നെ ഓൺ ചെയ്ത് വെച്ചേക്കണത്. ഇനി പതുക്കെ യൂബർ ഓൺ ചെയ്യുക. റാപ്പിഡോയിൽ 1-2 റൈഡുകൾ എടുത്തിട്ട് യൂബറിൽ ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് ഞാൻ. ഇപ്പോൾ റാപ്പിഡോയിൽ 708 ആയിട്ടുണ്ട്, യൂബറിൽ 1100, 1096, 1100. അപ്പോൾ 1100. എൻ്റെ പൊന്നെ, ഓൺ ചെയ്ത അന്തർ ഉറപ്പാണ്. ഇത് വന്നത് മൊത്തം എൻ്റെ റിജക്ഷൻ പെർസെൻറ്റേജ് ഞാൻ മാക്സിമം കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതെല്ലാ ചവറ് റൈഡുകളും ഇതിനകത്തുണ്ട്. ഇതിൽ കംപ്ലീറ്റ്
ചവർ റൈഡുകളും കൂടി വരുന്നുണ്ട്. ഈ സംഭവങ്ങൾ എടുക്കുമ്പോഴാണ് പണി കിട്ടുന്നത്. ഇത് ജസ്റ്റ് ഇപ്പോൾ ഓണാക്കി കഴിഞ്ഞാൽ പടപടപടാന്ന് പറഞ്ഞിട്ട് റൈഡുകൾ വരും. വന്നു കഴിഞ്ഞാൽ അതിലൊന്ന് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാൻ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇവിടെ ആക്സെപ്റ്റൻസ് റേറ്റ് എന്ന് പറയുന്നത് 61% ആക്കിയേക്കണം. ഇന്ന് 55 എങ്ങാണ്ട് ഉണ്ടായിരുന്നത്, 55-56 ഉണ്ടായിരുന്നത്. ആക്സെപ്റ്റൻസ് റേറ്റ് 61 ആക്കിയിട്ടുണ്ട്. 1-2 ഞാൻ ക്യാൻസൽ ചെയ്ത് കളയുകയും ചെയ്തു. ക്യാൻസലേഷൻ റേറ്റ് 7 എന്നുള്ളത് 5% മാറിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോ ഉണ്ടാക്കിയേക്കണ സംഭവങ്ങളെല്ലാം അടപടലം പോകുന്നുള്ളത് ഉറപ്പാണ്. എന്തായാലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം റാപ്പിഡോയില് നമുക്ക് ഇവിടെ നിന്ന് ഇത്രയും നേരം ഒരു 2 മിനിറ്റ് ആയി അടിക്കുന്നില്ല. റൈഡുകൾ ഉണ്ടായിരുന്നെങ്കിൽ അപ്പൊ തന്നെ അടിച്ചാണ്. പക്ഷെ നമ്മളിവിടെ ഇൻഫോ പാർക്കിന്റെ എക്സ്പ്രസ് വേയിലോട്ട് കയറി നിൽക്കാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് റാപ്പിഡോ അടിക്കേണ്ടതാണ്. അതാവുമ്പോൾ റാപ്പിഡോയിലാവുമ്പോൾ ക്യാൻസലേഷൻ പെർസെൻറ്റേജും ഉണ്ടാകാനൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ. നമ്മളെന്തായാലും ക്യാൻസലും ചെയ്യണമെന്നില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൈഡുകളാണെങ്കിൽ മാത്രം എടുത്താൽ മതില്ല നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 1100-700 1800 രൂപയാണ് അയക്കുന്നത്. നമ്മൾ 200 rupees ബിഹൈൻഡ് ആണ്. ആസ് പെർ ദ കാൽക്കുലേഷൻ 6 o'clock നമ്മൾ 2000 എത്തേണ്ടതാണ്. 200 രൂപ കുറവാണ്ടോ. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് ഒന്ന് മൂത്രം ഒഴിച്ചിട്ട് ബാക്കി പരിപാടി. ഓക്കെ, അപ്പോൾ ചായ കുടിച്ചിട്ടില്ല. ചായ എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് ചായ കുടിച്ചിട്ട് ഇത് ചെയ്യാനുണ്ടാവും വിചാരിക്കണം. ഇപ്പം എന്തായാലും യൂബർ ഇപ്പോൾ ഓൺ ചെയ്യണില്ല. യൂബർ ഞാൻ ഓൺ ചെയ്യാമെന്ന് വിചാരിച്ചാണ്. പക്ഷേ യൂബർ ഓൺ ചെയ്യുന്നില്ല. ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അന്തർ. അപ്പം എന്തായാലും കുറച്ചും കൂടെ അങ്ങോട്ട് പോട്ടെ. പോയി കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, ഒരു ചെറിയ റൈഡ് അടിച്ചിട്ടുണ്ട്. വെറും 3 മിനിറ്റ് കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന 1.5 കിലോമീറ്ററിന്റെ റൈഡാണ്. 120 രൂപ. ഞാൻ എന്തായാലും പിക്ക് ചെയ്തിട്ടുണ്ട്. അവർക്കിനി എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് പറ്റിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. കാരണം ഇതിനു മുമ്പ് ഒരു കസ്റ്റമർ ഇതുപോലെ ലൊക്കേഷൻ മിസ്റ്റേക്ക് വന്നിട്ട് വീണ്ടും എഡിറ്റ് ചെയ്ത് വേറെ സ്ഥലങ്ങളിലാക്കിയതാണ്. അത് 1 കിലോമീറ്റർ പോലും ഉണ്ടായിരുന്നില്ല. പുള്ളി ഇറങ്ങി നിൽക്കണ സ്ഥലത്തിന്റെ തൊട്ടപ്പുറത്തെ ബിൽഡിംഗ് ആണ് പുള്ളിക്കാരൻ ലൊക്കേഷൻ കൊടുത്തോട്ടാ. ഞാനപ്പോൾ വിചാരിച്ചു ഇപ്പുറത്ത് കാലിലും എല്ലാം വയ്യാത്ത ആളായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പുറത്ത് അപ്പുറത്തോട്ട് വിടാനായിരിക്കും എന്ന് വിചാരിച്ച് എടുത്തു കഴിഞ്ഞപ്പോഴാണ് പിന്നെ മനസ്സിലായത് സംഭവം അവിടെ ആയിരുന്നില്ല. ഒരു 2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു. അത് നല്ല ബ്ലോക്കും ആയിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ചട്ടി ഇടക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഇത് അതുപോലത്തെ ചട്ടിയാണോന്ന് അറിയില്ല. ജസ്റ്റ് 1.5 കിലോമീറ്റേഴ്സ് പറയുന്നുള്ളൂ നമുക്ക് ഡ്രോപ്പ്. അപ്പൊ എന്തായാലും രാജഗിരി കോളേജിന്റെ ഇവിടെ ഉണ്ടോ, എന്തായാലും അവിടെ നിന്ന് പിക്ക് ചെയ്തിട്ട് ബാക്കി. ഓക്കെ ഗൈസ്, ഞാൻ പറഞ്ഞില്ലേ ഇപ്പൊ എങ്ങനെ ഇരിക്കണ്. അവര് നിക്കുന്നത് ശരിക്കും പറഞ്ഞു ഇവിടെ അല്ല. ഇവിടുത്തുകാരല്ല, വേറെ നോർത്ത് ഇന്ത്യൻ ആണെന്ന് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ നിൽക്കുന്നത് വേൾഡ് ട്രേഡ് സെന്ററിന്റെ അവിടെയായിട്ടാണ്, ഇൻഫോ പാർക്കിന്റെ അകത്ത്. നമുക്ക് കൊടുത്തേക്കുന്ന ലൊക്കേഷൻ രാജഗിരി കോളേജിന്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സംസാരിച്ചായിരുന്നു. നമുക്ക് എന്തായാലും നമ്മൾ കറക്റ്റ് ലൊക്കേഷനിൽ തന്നെ നിൽക്കുന്നത്. ഞാൻ ഇവിടെ വിട്ട് പോകുന്നില്ല. അപ്ഡേറ്റ് ചെയ്യണവരെ ഇവിടെ വിട്ട് പോകുന്നില്ല. കാരണം ഇവിടെ വിട്ട് പോയി കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പർ പോസ് ചെയ്യും. അങ്ങനെ അതിൻ്റെ ആവശ്യമില്ലോ. അപ്പോൾ എന്തായാലും ജസ്റ്റ് അവർ പിക്കപ്പ് ലൊക്കേഷൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്ഡേറ്റ് ചെയ്യും. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ക്യാൻസൽ ആവും. എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മളെന്തായാലും ഇൻറ്റിമേറ്റ് ചെയ്തിട്ടുണ്ട് കസ്റ്റമറുമായിട്ട്. എനിക്ക് തോന്നിയായിരുന്നു ഒരു ചട്ടി. കാരണം എന്താ വെച്ചാൽ ഇതേപോലെ തന്നെയാണ്. നമുക്ക് ഇതേപോലത്തെ ഭയങ്കര സൂപ്പർ റൈഡാണെന്നൊക്കെ പറഞ്ഞു വരുന്ന ചില റൈഡുകൾ കണ്ട. സോറി, ദ കസ്റ്റമർ ക്യാൻസൽഡ്. ഇത്രേ ഉള്ളൂ. അതായത് അവർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റില്ല. പിക്കപ്പ് ലൊക്കേഷൻ നമ്മൾ എത്തിയില്ലേ, ഇനി എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാനായിട്ടാണ്. അപ്പോൾ എന്തായാലും അത് മൂഞ്ചി. ഞാൻ മര്യാദക്ക് അതുവഴി പോയിക്കൊണ്ടിരിക്കണായിരുന്നു. കുഴപ്പമില്ല. എന്തായാലും നമുക്ക് ഇനി എക്സ്പ്രസ് വേയിലോട്ട് തന്നെ കയറാം. അല്ലാണ്ട് വേറെ നിർത്തിയില്ല. ഓക്കെ, അപ്പോൾ വീണ്ടും ആ കസ്റ്റമർ ആണെന്ന് തോന്നുന്നു ഓർഡർ ചെയ്തേക്കുന്നത്. എന്തായാലും നമ്മളിപ്പോ പിക്ക് ചെയ്യാനായിട്ട് പോവാണ്. ഇൻഫോ പാർക്കിന്റെ വേറെ പേരാണ്ടാ, എനിക്കറിയില്ല. വേറെ ആരുടെങ്കിലും ഇതിൽ നിന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. ലൊക്കേഷൻ ഏകദേശം സെയിം സ്ഥലത്ത് തന്നെ, അവർ പറഞ്ഞ സ്ഥലത്ത് തന്നെയാണ് ലൊക്കേഷൻ കിട്ടിയത്. നോക്കാം എന്തായാലും. ഓക്കെ, അപ്പോൾ 120 rupeesന്റെ ഒരു കുഞ്ഞ് റൈഡാണ്, ചെറിയ റൈഡാണ്. എന്തായാലും ഒരു 5 മിനിറ്റ് കൊണ്ട് ഡ്രോപ്പ് ആണുള്ളത്. നമുക്ക് എന്തായാലും പിക്ക് ചെയ്യാം. അപ്പോൾ ആ പോകുന്ന കസ്റ്റമർ കേട്ടോ. അപ്പോൾ നമ്മളുടെ സംഭവം എന്ന് വെച്ചാൽ അവര് തന്നെ ആയിരുന്നു, വേറെ ആരുമല്ല. അവരപ്പം എന്ന് പറഞ്ഞാല് 4 Print എന്ന് പറഞ്ഞുള്ള ഹോട്ടലിന്റെ ഫ്രണ്ടിൽ നിന്ന് വെച്ചാൽ. അപ്പൊ എന്റെ അടുത്ത് വിളിച്ചിട്ട് ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 Print എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലിന്റെ ഫ്രണ്ടിലാണ് നിൽക്കണത് എന്ന് പറഞ്ഞായിരുന്നു ആ പെങ്കൊച്ച്. അത് കഴിഞ്ഞപ്പോഴാണ്ടാ ഈ സംഭവം നടന്നത്. അപ്പൊ എന്തായാലും മുകളിൽ നിന്ന് 3.1 കിലോമീറ്റേഴ്സിൽ നിന്ന് നമുക്ക് പിക്കപ്പ്. ഇപ്പോ യൂബറും റാപ്പിഡോക്ക് ഏകദേശം സെയിം അടിയാണ്ടാ കൊടുത്തോണ്ടിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മാര് 10 കിലോമീറ്റർ അപ്പുറത്ത് നിന്നൊക്കെ ഇന്നലെ എനിക്കൊരു പിക്കപ്പ് വന്നാൽ ലേക്ക് ഷോർ ഹോസ്പിറ്റലിൽ നിന്ന്. അത് യൂബറിനാണ് വന്നത്. റാപ്പിഡോ ഇപ്പോൾ സെയിം സ്കീം അടിച്ചുകൊണ്ടിരിക്കണോ. ആൾക്കാരെ പിടിക്കണമല്ലോ മാക്സിമം.
അപ്പൊ എന്തായാലും നമ്മളുടെ ആ റൈഡ് കഴിഞ്ഞിട്ടുണ്ട്. 120 റുപ്പീസും കൂടി നമ്മളുടെ വാലറ്റിലോട്ട് ആഡ് ആയിരിക്കുന്നു. അപ്പോൾ 1700 ഉണ്ടായിരുന്നതിന്റെ കൂടെ 1820 റുപ്പീസ്. സമയം 6:35, 111 കിലോമീറ്റർ ആണ് ടോട്ടൽ റൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്തായാലും നോക്കാം നമുക്ക്. ഓക്കെ ഗൈസ്, ആ കസ്റ്റമർ ഞാൻ വിളിച്ച് പറഞ്ഞു ഇതേപോലെ സമയം 11 മിനിറ്റ് കാണിക്കുന്നുണ്ട്, അവിടെ വെയിറ്റ് ചെയ്യില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കസ്റ്റമർ പറയുവാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് ഞാൻ അങ്ങോട്ട് തിരിച്ച് വിളിക്കാന്ന്. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ഇവിടെ നിന്ന് യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. കസ്റ്റമർ ഇതുവരെ ക്യാൻസൽ ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് 11 മിനിറ്റ് പിടിക്കും. നേരെ ഇപ്പൊ യൂട്ടേൺ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 8 മിനിറ്റ് വല്ലതും ആവും. യൂട്ടേൺ എടുക്കണോ വേണ്ടേന്ന് ആലോചിച്ചിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിട്ട് പിന്നെ ഏറ്റവും അവസാനം അവർ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും ശോകമുണ്ടോ. റാപ്പിഡോയില് ഇപ്പോൾ കസ്റ്റമേഴ്സിന് നമുക്ക് മറ്റേ യൂബറിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇത് വരുമല്ലോ, എന്താ പറയുക, കസ്റ്റമറിന് അത് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ക്യാൻസലേഷൻ ഫീ കസ്റ്റമറിൻ്റെ അടുത്ത് പിടിക്കുമല്ലോ നമുക്ക് തരുന്ന എമൗണ്ട്. ഇവിടെ അങ്ങനത്തെ സ്കീമൊന്നും ഇല്ലാത്തത് കൊണ്ടിട്ട് ചറപറ ക്യാൻസൽ അടിക്കുന്നുണ്ട് കുറേ കസ്റ്റമേഴ്സ്. നമ്മൾ മാക്സിമം ക്യാൻസൽ അടിക്കാണ്ടാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാലും കസ്റ്റമേഴ്സ് നല്ല രീതിയിൽ ക്യാൻസൽ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടിട്ട് ഞാനിങ്ങനെ നിൽക്കുവാണ്. ഞാൻ ഒരു പണി എന്തായാലും വണ്ടി തിരിക്കുക ആ ഡയറക്ഷനിലേക്ക്, എന്നിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ നോക്കാം. അല്ലാണ്ട് ഇപ്പം എന്താ പറയുക 1 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ശരിയാവണം. എന്തായാലും നമുക്ക് പോയി പിക്ക് ചെയ്യാം. ഗൈസ്, ഞാൻ ഈ റൈഡ് എന്തായാലും ക്യാൻസൽ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. കാരണം എന്ന് വെച്ചാലേ അവർക്കൊരു കൺഫർമേഷൻ ഇല്ല വരുമോ ഇല്ലയോ എന്നുള്ളത്. അത്രയും ടൈം എടുക്കുമോ എന്നൊക്കെയാണ് ചോദിച്ചിട്ടാണ് നിർത്തിയത്. അപ്പം ഇനി പോയിട്ട് ഏറ്റവും അവസാനം ഇനി നമുക്കൊരു ചട്ടി ഇട്ട് കഴിഞ്ഞാൽ 4 കിലോമീറ്റർ ഉണ്ട് പിക്കപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ലോങ് പിക്കപ്പ് കൊടുത്ത് അങ്ങോട്ട് ക്യാൻസൽ ഓർഡർ കൊടുക്കാം. വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അവർക്ക് കറക്റ്റായിട്ടുള്ളൊരു ഇതില്ല. അവർ 1 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞ് ആണ് നമ്മളുടെ അടുത്ത് ചോദിക്കുന്നത്. ജസ്റ്റ് 1 മിനിറ്റ് ഞാൻ വിളിക്കാം എന്നുള്ള ഇതൊക്കെ പറയുന്നു. അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ പോയിട്ട് കാര്യമൊന്നുമില്ല. നമുക്കിനി അവിടെ ചെന്നിട്ട് അവരെങ്ങാനും ക്യാൻസൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 4 കിലോമീറ്റർ വെറുതെ പോകും. നേരത്തെ ഒരു കസ്റ്റമർ ഇതേപോലെ ക്യാൻസൽ ചെയ്തു, പക്ഷെ അവരെ കിട്ടി തിരിച്ച്. അതേപോലെ കിട്ടിയിട്ട് കാര്യമില്ലോ. അതേപോലെ കിട്ടില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ. അവർ അത്യാവശ്യം 10 റുപ്പീസ് ആഡൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. 145 റുപ്പീസൊക്കെയാണ് കൊടുത്തിരുന്നത്. പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ പതുക്കെ യൂബർ ഓൺ ചെയ്യുക. കാരണം റാപ്പിഡോയിൽ ഇപ്പോൾ ക്യാൻസൽ ചെയ്തുകൊണ്ട് അവന്മാർ ചിലപ്പോൾ ഇപ്പോൾ തന്നെ റൈഡ് തരാനായിട്ട് ചാൻസ് കുറവായിരിക്കും ചിലപ്പോൾ. അപ്പോൾ പതുക്കെ ഒന്ന് യൂബറും കൂടി ഓൺ ചെയ്യുക. യൂബർ ഓൺ ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും റൈഡ് എടുക്കാമല്ലോ അത്. ഓക്കെ ഗൈസ്, അത് ക്യാൻസൽ ചെയ്തപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇപ്പോഴൊന്നും കിട്ടില്ലെന്നാണ്. യൂബർ ഓൺ ചെയ്യാൻ പോണതിന് മുമ്പ് തന്നെ നമുക്ക് റൈഡ് റാപ്പിഡോയിൽ അടിച്ചായിരുന്നു. അപ്പോൾ അത് 305 രൂപയ്ക്ക് ആലുവ റെയിൽവേ സ്റ്റേഷൻ വരെയോ പെരിയാർ നഗറോ അങ്ങനെ കണ്ടും, പെരിയാർ നഗർ ആ സ്ഥലത്തേക്ക് കണ്ടോ. അപ്പോൾ എന്തായാലും 42 മിനിറ്റ്സ് ആണ് കാണിക്കുന്നത് ഡ്രോപ്പ്. എന്തായാലും അത് പോയി പിക്ക് ചെയ്യാം, എന്നിട്ട് ഡ്രോപ്പ് ചെയ്യാം. 305 രൂപയില്ലേ, കുഴപ്പമില്ല. ഓക്കെ, ബേസ് ആണല്ലോ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. റിപ്ലൈ ഇല്ല. ഇവിടെ നിന്ന് പറഞ്ഞിട്ടൊരു സാധനം ഇട്ടെടുക്കാം. ഓക്കെ, എന്താ സംഭവം എന്നറിയില്ലോ. ആക്റ്റീവ് ബേസ് ബാക്കിലാണ്. നമ്മളിവിടെ ഒന്ന് വിളിച്ചിട്ട് ഞാൻ ഒരു പണി ആക്റ്റീവ് ബേസിന്റെ ഫ്രണ്ടിലോട്ട് ഇടാം. ആക്റ്റീവ് ബേസിന്റെ ഒരു ജിമ്മാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിന്റെ ഫ്രണ്ടിലേക്ക് ഒന്നിടാം. യെസ് ഗൈസ്, അപ്പോൾ ആലുവ ബസ് സ്റ്റോപ്പിലായിരുന്നു. ആലുവ KSRTC സ്റ്റാൻഡിലായിരുന്നു നമുക്ക് ഡ്രോപ്പ് ഉണ്ടായിരുന്നത്. അപ്പം അത് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഇവിടെ നിന്നൊരു റൈഡ് അടിച്ചിട്ടുണ്ട്. ചെറിയൊരു റൈഡാണ്, 187 റുപ്പീസിനെ കണ്ടു. അപ്പോൾ അവർ റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ പോയി എന്തായാലും പിക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും ഇപ്പോൾ 7:35 ആയിട്ട് ടൈം. 3 ഘട്ട CNG ഉള്ളൂ ഇനി നോക്കാം എന്തായാലും. അപ്പോൾ നമ്മളുടെ ഒരു ഡ്രോപ്പ് കൂടി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷനിലോട്ട്, ആലുവ റെയിൽവേ സ്റ്റേഷൻ അല്ല, ബസ് സ്റ്റാൻഡിലോട്ട് ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തന്നെ വേറൊന്നും കൂടി അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ട്രിപ്പ് എടുത്ത് നേരെ ന്യൂവെൽസ് ആയിരുന്നു കേട്ടോ. ഇവിടെ കളമശ്ശേരി ന്യൂവെൽസിൻ്റെ അകത്തായിരുന്നു ഡ്രോപ്പ്. അപ്പോൾ എന്തായാലും അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴേക്കും വേറെ റൈഡുകളൊന്നും അടിച്ചില്ല. നമുക്കിപ്പോൾ റീചാർജ് ചെയ്യണം. റീചാർജ് ചെയ്യാത്തതുകൊണ്ടാണ് അടിക്കാത്തതെന്ന് എനിക്ക് തോന്നണം. പക്ഷേ ഈ ഏരിയയിൽ ഇനി ഇപ്പോഴൊന്നും എനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. റാപ്പിഡോ പിടിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുമെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ പതുക്കെ യൂബർ ഓൺ ചെയ്യേണ്ടി വരും എന്തായാലും. തൽക്കാലം ഞാൻ നിൽക്കാനായിട്ട് ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മളുടെ എന്താ പറയാ പതുക്കെ യൂബർ ഒന്ന് ഓൺ ചെയ്യണം. യൂബർ ഒന്ന് ഓൺ ചെയ്തിട്ട് ബാക്കി പരിപാടി തുടരാന്നാണ് എനിക്ക് തോന്നുന്നത്. HMT ഡയറക്ഷനാണ് ഇട്ടേക്കണത്. ഡയറക്ഷൻ ഇട്ടിട്ടുള്ള HMTയിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. HMT ചെന്നിട്ട് അവിടെ നിന്ന് എന്തായാലും റാപ്പിഡോയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിക്കുന്ന സ്ഥലമാണെന്ന് എനിക്ക് തോന്നണം. റാപ്പിഡോ ഇതുവരെ HMTന്നൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല, എന്നാലും റാപ്പിഡോ ഒക്കെ അടിക്കും എന്ന് തോന്നുന്നു. അപ്പൊ എന്തായാലും അവിടെ ചെന്നാൽ ഇപ്പൊ തന്നെ എന്തായാലും യൂബർ ഓൺ ചെയ്യും. യൂബർ ഓൺ ചെയ്തിട്ട് ബാക്കി റൈഡുകൾ പിടിക്കണം നമുക്ക്. കാരണം എന്ന് വെച്ചാൽ ഇതിന് 198 rupees കിട്ടിയത്. അപ്പൊ ഏകദേശം നോക്കുകയാണെങ്കിൽ 2300 അടുത്ത് ആയിട്ടുള്ളൂ. നമ്മളുടെ ടാർഗറ്റ് 3000 ആണ്. 3000 ഒന്നും ആയിട്ടേ ഇല്ല. ഇനി ഒരു 700 രൂപയ്ക്കും കൂടി ഓടണം. അതും ഒരു 1.5 മണിക്കൂറിനുള്ളിൽ ഓടി തീർക്കുകയും വേണം. 10 മണി വരെ ഓടുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടാസ്ക് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് അതൊന്ന് പിടിക്കണം, മാക്സിമം ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് യൂബറും ഗോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും റൈഡ് അടിക്കാൻ നോക്കട്ടെ. റൈഡ് അടിക്കണമെങ്കിൽ ഒന്നൊരു സെറ്റപ്പള്ളി ചെമ്പ് ബുക്കിലേക്ക് 10 മിനിറ്റിലാണ് പിക്കപ്പ്. 448 117 8 കിലോമീറ്റർ ഓടുന്നതിന് 117 രൂപ ഈസ് റിയലി ബാഡ് മച്ചാനെ. 8 കിലോമീറ്റർ ഓടുന്നതിന് അതൊന്നും കിട്ടിയാൽ പോരാ. ഓക്കെ, അപ്പൊ എന്തായാലും 150 15 7 8 9 മെട്രോ സ്റ്റേഷൻ, ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ. കുറെ റൈഡ് അടിക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. കങ്ങരപ്പടിന്നാണ്. ഒന്ന് കൊടുത്തു നോക്കാം. മിഥുൻ നാവിഗേറ്റ്. ഇവിടുന്ന് ചറവർ അടിക്കുന്നുണ്ടോ? ഞാൻ പ്രതീക്ഷയില്ല, ഇത്രയും പ്രതീക്ഷയില്ല. 7 മിനിറ്റ്സിലാണ്. ഓക്കെ, എന്തായാലും അത് പോയി പിക്ക് ചെയ്യാം. HMT റോഡ് എങ്ങാണ്ടാണ് നിൽക്കുന്നത്. 2.8 കിലോമീറ്റേഴ്സ് ഉണ്ട് കേട്ടോ പിക്കപ്പ്. അത് കുറച്ച് ദൂരമാണ്. എന്തായാലും നോക്കാം. ഓക്കെ, 150 rupees. ഓക്കെ, നമുക്കപ്പോൾ ആ റൈഡ് പിടിക്കാം. യെസ്, നൈസ്. കസ്റ്റമർ ക്യാൻസൽ ചെയ്ത്. നിനക്ക് വേറെ വണ്ടി കിട്ടൂല മോനെ, നീ നോക്കിയോ. 3 2 5 കിലോമീറ്റർ 7 മിനിറ്റിൽ പിക്കപ്പും 9 മിനിറ്റിൽ. നമുക്ക് എന്തായാലും കുറച്ച് അങ്ങോട്ട് മൂവ് ചെയ്യാട്ടോ. കാരണം ഇവിടെ റൈഡുകൾ അടിക്കുന്നുണ്ട്. പതുക്കെ റാപ്പിഡോ ഓഫ് ചെയ്ത് വെച്ച് റാപ്പിഡോ ഓൺ ചെയ്ത് നോക്കട്ടെ. നോർത്ത് കളമശ്ശേരി കൊച്ചിന്ന് 5 9 മിനിറ്റ് 104 രൂപ. അത് നമ്മളുടെ 15 മിനിറ്റ് പോകും ഇതിനകത്ത്. യെസ് ഗൈസ്, അപ്പോൾ നമ്മളുടെ ഒരു ചെറിയ റൈഡ് ഉണ്ടായിരുന്നു കഴിഞ്ഞായിരുന്നു. ഒരു 100 രൂപയുടെ റൈഡായിരുന്നു കേട്ടോ. 100 രൂപയുടെ റൈഡ് കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് റാപ്പിഡോ, ഞാനപ്പോൾ യൂബർ എനിക്ക് ഓഫ് ചെയ്തു. യൂബറിൽ കുറേ ചട്ടി റൈഡുകളൊക്കെ വന്നു. അപ്പോൾ യൂബർ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ട് അപ്പോൾ തന്നെ നമുക്ക് റാപ്പിഡോയിൽ 287 rupeesന് വടുതലയിലോട്ട് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ. 15 കിലോമീറ്റർ ആണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് പിക്കപ്പ് ആണെന്നുണ്ടെങ്കിൽ 7 മിനിറ്റ് ഉണ്ട് ഇവിടെ നിന്ന്. അപ്പോൾ എന്തായാലും HMT സൈഡിൽ നിന്ന് കണ്ടാണ് പിക്കപ്പ് എടുക്കാനായിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവിടെ നിന്ന് പിക്കപ്പ് എടുക്കാം. ക്യാൻസൽ ചെയ്യാതിരുന്ന ചോദ്യമായിരുന്നു. ഇതിപ്പോൾ കുറച്ച് അകത്തോട്ടുള്ള വഴിയും HMTയുടെ കുറച്ച് അകത്തോട്ടുള്ള വഴിയാണ് ഇപ്പോൾ കയറി നിൽക്കുന്നത്. അതാണെന്നുണ്ടെങ്കിൽ റോഡ് മൊത്തം മറ്റേ മെറ്റല് കൊണ്ടുപോയി വാരി വിതറിയേക്കണാണ് ഇങ്ങനെ. പിന്നെ എല്ലാ സ്ഥലവും ഷോക്കൊക്കെ ഇട്ടേക്കണുണ്ടോ. റോഡ് പണിക്ക് വേണ്ടിയിട്ടാണോ എന്ത് സാധനമാണെന്ന് അറിയില്ല. മൊത്തം മറ്റേ കാടിനുള്ളിൽ കൂടി പോണ ഒരു മൂടായിട്ടാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇതുണ്ടോ, 2 സൈഡും കോര വനവും, നടുക്ക് കൂടി ഇതേപോലത്തെ ടാറിടാത്ത പ്രത്യേക റോഡ്. അപ്പൊ എന്തായാലും പോയി പിക്ക് ചെയ്യാം. പിക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് നോക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ആ ഒരു റൈഡും കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ സമയം 9:36 നമുക്ക് റാപ്പിഡോയില് 1618, യൂബറില് 1196 മിക്കവാറും 1195. ഓക്കെ, 1200 കൂട്ടാം. 1000 2000 2600 2800 2818. അപ്പോൾ 2800 രൂപയാണ് ടോട്ടൽ ഇപ്പോൾ അയക്കണം കേട്ടോ. നമുക്കിനി ഒരു ഹാഫ് ആൻ അവർ കൂടി ഉള്ളൂ. അതിനുള്ളിൽ അടിച്ചില്ല എന്നുണ്ടെങ്കിൽ പരിപാടി എന്തായാലും സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും. രാത്രി എന്തായാലും 10 മണിക്ക് ശേഷം ഓടുന്നില്ല. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ചും കൂടെ അങ്ങോട്ട് പോയി എനിക്ക് തോന്നുന്നത് അങ്ങോട്ടേക്ക് മാറി നിന്ന് കഴിഞ്ഞാൽ റാപ്പിഡോയിൽ തന്നെ അടിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം ശനിയാഴ്ച കൊണ്ട് റൈഡുകൾ ഉണ്ടാവണം. അപ്പോൾ നമ്മൾ പതുക്കെ യൂബറും കൂടെ ഒന്ന് എടുത്ത് നോക്കാം. ഒരു ചെറിയൊരു റൈഡ് കൂടി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങോട്ട് എടുക്കാം.
അതും കൂടി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് 3000 ആക്കാൻ വരും. 200 റുപ്പീസിന് ഡിഫറൻസ് കൂടെ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇട്ടപ്പള്ളി പോണേക്കര വരെ 4.9 കിലോമീറ്റേഴ്സിലാണ് പിക്കപ്പ് ഉള്ളത്. അത് നഷ്ടമാണ്. കച്ചറ റൈഡാണ്, കച്ചറ റൈഡ്. അതൊന്നും വേണ്ട, നല്ല റൈഡുകൾ വരട്ടെ എന്നിട്ട് എടുക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളുടെ ഇന്നത്തെ പരിപാടി ഏകദേശം കൂട്ടാനായിട്ടുള്ള ടൈമായി. കാരണം എന്ന് വെച്ചാൽ 9:45 10 മണി വരെ ഓടുന്നുള്ളൂ. ഇനി എന്തായാലും ഇനി റൈഡ് എടുത്തത് ശരിയാവില്ല. ഞാൻ ഈ ജസ്റ്റ് ഒന്ന് യൂബർ ഒന്ന് ഓൺ ചെയ്ത് നോക്കി, റൈഡ് എങ്ങനെ ഉണ്ടാവും, എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഓണാക്കി നോക്കിയാണ്ട. ഓണാക്കിയതും എള്ളാണ്ട ചവർ റൈഡുകളെല്ലാം വരുന്നുണ്ട്. അതായത് റൈഡ് വരുന്ന ഇങ്ങനെയാണ്: 16 മിനിറ്റിൽ പിക്കപ്പ്, അതായത് 4 കിലോമീറ്ററിൽ പിക്കപ്പും 1 കിലോമീറ്ററിൽ ഡ്രോപ്പും. ഏത് മൂഡ്, അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഇപ്പൊ റൈഡുകൾ വന്നോണ്ടിരിക്കുന്നത്. ഇപ്പൊ വന്നിട്ട് ഞാൻ സെറ്റ് ലൊക്കേഷൻ കൊടുത്തിട്ട് കലൂര് കൊടുത്തേക്കാണ് ഞാൻ മറ്റേ റാപ്പിഡോയില്. യൂബർ അപ്പം തന്നെ ഓഫ് ചെയ്ത്. യൂബർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇനി കണ്ട എല്ലാ വൃത്തികെട്ടത്. ഇപ്പൊ 3ാമത്തെ പ്രാവശ്യമാണ് ഈ സെയിം റൈഡ് തന്നെ വന്നോണ്ടിരിക്കുന്നത്. പുത്തൻകുരിശിലോട്ടാണ്. പുത്തൻകുരിശിലോട്ട് എന്തായാലും എടുക്കണമെന്നില്ല. റാപ്പിഡാണ്. 10,250 മുകളില് നമുക്ക് ഫെയർ ഉണ്ട്. പക്ഷെ എന്ന് പറഞ്ഞാൽ അത് എടുത്തു കഴിഞ്ഞാൽ റെഡി ആവില്ല. പുത്തൻകുരിശല്ലേ അത് തന്നെ, പുത്തൻകുരിശ്. എവിടെയുള്ള പുത്തൻകുരിശ്? തുതിയൂരുള്ള പുത്തൻകുരിശാണോ? മറ്റേ പുത്തൻകുരിശല്ല, തുതിയൂരുള്ള പുത്തൻകുരിശാണ്. 200 സംതിങ് ആണ് റേറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പൊ എന്തായാലും റൈഡ് എടുക്കണില്ല. ഞാനിപ്പോ കലൂരിലേക്ക് എന്തെങ്കിലും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എടുക്കാന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മൾ വടുതലയിലാണ് ഉണ്ടായിരുന്നത്. അപ്പൊ എന്തായാലും അവിടെ നിന്ന് ഇനി കലൂരിലേക്ക് ഒന്നും കിട്ടണില്ല. ഏകദേശം കലൂർ എത്താറായി. ഞാനിപ്പോ SRM റോഡ് എത്താറായി. അപ്പൊ എന്തായാലും ഇനി റൈഡൊന്നും പിടിക്കണില്ല. അപ്പൊ ഇന്ന് കറക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2,800 സംതിങ് ആണ് ടോട്ടല് ഓടിയിട്ടുള്ളത് കേട്ടോ. അതിനകത്ത് ഇപ്പൊ പറയുകയാണെങ്കിൽ 162 കിലോമീറ്റർ ടോട്ടല് ഓടിയിട്ടുണ്ട്. 162 കിലോമീറ്ററും 9:46 ടൈം വരുന്നത്. 2 കട്ട CNG ആണ് ഇനി ബാലൻസ് ഉള്ളത്. അപ്പൊ ഏകദേശം ഒരു 150-200ന്റെ ഉള്ളിലുള്ള CNG ബാലൻസ് ഉണ്ടാവും. ഏകദേശം ഒരു 150 ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ. 1.5 കിലോ ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടാവും. റൈഡുകളൊന്നും എടുക്കാനില്ല. അപ്പൊ 2,800 കിട്ടിയതിൽ നമ്മളൊരു ഇന്ന് രാവിലെ 769 രൂപയ്ക്കാണ് CNG അടിച്ചിട്ടുള്ളത്. അതിനകത്ത് ഏകദേശം ഒരു 169 രൂപ അല്ലെങ്കിൽ 150 രൂപയുടെ CNG ഇപ്പോഴും ബാലൻസ് ഉണ്ട് നമുക്ക്. അപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 600 രൂപയുടെ CNG ഇന്നിപ്പോ എന്തായാലും കത്തിയുണ്ട്. 600-650 ഇടയിലുള്ള CNG നമുക്ക് കത്തിയിട്ടുണ്ട്. അപ്പോ ആവറേജ് ഒരു ഇത് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 162 കിലോമീറ്റർ അല്ലേ ഓടിയേക്കണം. ഈ പുള്ളിക്കാരൻ അവിടെ തൊട്ടേ ബ്ലോക്ക് ഉണ്ടാക്കണം കേട്ടോ. ജംഗ്ഷന്റെ അവിടെ തൊട്ടേ റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ എന്നുള്ള പുള്ളിക്കാരൻ തീരുമാനിക്കുകയാണ് ആ ജംഗ്ഷനിൽ കൊണ്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും 162 കിലോമീറ്റേഴ്സ് 2,800 ഡിവൈഡ് ബൈ 162. അപ്പൊ ഏകദേശം നമുക്ക് ഇന്നത്തെ ആവറേജ് കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 17 രൂപ ഉണ്ടാവും. ഏകദേശം ആവറേജ് നമുക്ക് പെർ കിലോമീറ്റർ കിട്ടിയിട്ടുള്ള റേറ്റ്. അതായത് രണ്ടിനെയും കൂടി കൂട്ടിയിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞത്. റാപ്പിഡോയും യൂബറും കൂടി കൂട്ടിയിട്ട് 2,800 സംതിങ് ആണ്. അതിനകത്ത് ആവറേജ് നോക്കുകയാണെങ്കിൽ ഒരു 17 രൂപയാണ് നമുക്ക് ആവറേജിൽ കിട്ടിയിട്ടുള്ളത്. അത് വലിയ തെറ്റില്ലാത്തൊരു നമ്പറാണ്, കുഴപ്പമില്ല. 18 ആണ് കൂടുതലും എയിം ചെയ്യണം. എന്നാലും 17 കിട്ടുന്നുണ്ട് കേട്ടോ. എന്തായാലും 13ഉം 12ഒന്നും പോയില്ല. ചില ദിവസങ്ങളിലൊക്കെ 12 പോയിട്ടുണ്ട്. മൊത്തത്തിൽ കൂട്ടി നോക്കണ സമയത്ത് 200 സംതിങ് കിലോമീറ്റർ ഓടിയിട്ട് 2,800-3,000 വരുമ്പോഴേക്കും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെ വരും. അപ്പൊ എന്തായാലും നമുക്ക് പരിപാടി വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈമായി. അപ്പോൾ പരിപാടി ഞാൻ ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ്. ഇതൊക്കെയാണ് അപ്പൊ ഇന്നത്തെ അപ്ഡേറ്റ്സ്. റൈഡുകൾ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത റൈഡുകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇറങ്ങിയത് രാവിലെ ഒരു 11 മണി കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. ഏകദേശം 11:30 എങ്ങാണ്ടാണ് ഫസ്റ്റ് റൈഡ് കിട്ടിയേക്കണോ. ഫസ്റ്റ് റൈഡ് കിട്ടി. അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് ഒരു 1 hour ബ്രേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോ ഓൺലൈൻ ടൈം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂബറിന്റെ ടൈം ഏകദേശം 3 മണിക്കൂറും 49 മിനിറ്റ് നമ്മുടെ യൂബറിൽ ഓടിയിട്ടുള്ള ഓൺലൈനായിട്ട്. ബാക്കി ഫുൾ ഓടിയിട്ടുള്ള റാപ്പിഡോയിലാണ്. ഇന്ന് കൂടുതലും റാപ്പിഡോയിൽ തന്നെ ഓർഡർ എടുത്തത്. കാരണം എന്ന് വെച്ചാൽ യൂബറിൽ റൈഡുകൾ ധാരാളം ഉണ്ട്. എന്നാലും എല്ലാണ്ട് ചവർ റൈഡുകളൊക്കെ തന്ന് ഏറ്റവും അവസാനം നമ്മളുടെ ആക്സെപ്റ്റൻസ് റേറ്റും ക്യാൻസലേഷൻ റേറ്റ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടുകയും കുറയുകയൊക്കെ ചെയ്യട്ടാ. അത് വെറുതെ സീനാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ അതങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ച്. അതാകുമ്പോഴേക്കും ശാന്തിയുള്ള റാപ്പിഡോയിൽ ഓട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവന്മാർക്കാണെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാലും കുഴപ്പമില്ല, റൈഡ് എടുത്താലും കുഴപ്പമില്ല, എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നോ ഇഷ്യൂസ്.
അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യമുണ്ടോ ഞാൻ പറഞ്ഞത്, അത് എല്ലാ ദിവസവും എല്ലാ സമയവും ഒരേപോലെ ആയിരിക്കും എന്നുള്ളത് ഒരിക്കലും ഞാൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ടാക്സി മാത്രം കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് പണം വാരാം കൊയ്യാം എന്നൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ പലരും തെറ്റിദ്ധരിച്ചിട്ട് വരുന്നവരുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ട് വരുമൊന്നും വേണ്ട. ഞാനുള്ള കാര്യം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ, അത്യാവശ്യം ഈ ചില സമയങ്ങളിൽ, ചില പീക്ക് ടൈമുകളിൽ നമുക്ക് റൈഡുകൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. ആ സമയങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ആ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റൈഡുകൾ കിട്ടും. അല്ലാണ്ട് നമ്മൾ വെറുതെ എല്ലാ സമയവും എല്ലാ ദിവസവും എപ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കുമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ നടപടിയാവില്ല. നല്ല രീതിയിൽ കുറവും കൂടുതലും ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയുള്ള അവസ്ഥകളാണ്. അപ്പോൾ എന്തായാലും റൈഡ് സേഫ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ അപ്ഡേറ്റ്സ്. ഇനി പുതിയ വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.